ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ കൃപയും കരുണയും സ്നേഹവും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ സന്ദേശത്തിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾക്കും തടസ്സങ്ങൾക്കും അതുപോലെ തന്നെ ആ തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു വലിയൊരു സൊല്യൂഷനുമായിട്ടാണ് ബ്രദർ ഇന്ന് ഈ സന്ദേശം ഇടുന്നത്. ദൈവവചനം തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സൊല്യൂഷൻ. മീൻസ് നമ്മുടെ എല്ലാ പ്രതിസന്ധിക്കുമുള്ള ഒരു സൊല്യൂഷനായ ഒരു ദൈവവചനമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ദൈവവചനം നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഏറ്റെടുക്കുകയും ഈ പറയുന്നത് പോലെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അതിനൊരു സമയം കാലാവധിയൊക്കെ നിശ്ചയിക്കണം. നിങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് നിർത്താൻ പാടില്ല. പ്രാർത്ഥന കണ്ടിന്യൂ ആയി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു 3 മാസത്തേക്കാണ് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ എത്ര വലിയ തടസ്സങ്ങളോ എത്ര വലിയ പ്രയാസമാണെങ്കിലും അത് മാറിക്കിട്ടും. ബ്രദർ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ 3 മാസത്തേക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. നിയോഗം സാധിച്ചാൽ ഈശോയെ മഹത്വപ്പെടുത്താം എന്ന് പറഞ്ഞും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അതുപോലെ തന്നെ സന്ദേശങ്ങൾ, നല്ല കാര്യങ്ങൾ, ദൈവാനുഗ്രഹമുള്ള ദൈവകൃപയുള്ള തമ്പുരാൻ്റെ സന്ദേശങ്ങൾ മറ്റു മക്കളിലേക്ക് നമ്മൾ എത്തിക്കുന്നതും ഒരു നല്ലൊരു സുവിശേഷ ജോലി തന്നെയാണ്. നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം, നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, നന്മ ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തണം. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്തായിരിക്കും ഞാൻ തിരുവചനം തരുന്നത്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ മെസ്സേജ് കേൾക്കുകയും ആ കേട്ട മെസ്സേജ് മറ്റു മക്കൾക്ക് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുക. മീൻസ് അതൊരു സുവിശേഷ വേലയാണ്, ഒരു ദൈവ വചന ശുശ്രൂഷ തന്നെയാണ് ബ്രദർ ചെയ്യുന്നത്. കാരണം ദൈവവചനം, സത്യത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷ ജീവിതത്തിനിടയിൽ ഒരു 10,000-കണക്കിന് മക്കൾക്ക് അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിച്ച ദൈവവചനമാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്ന. ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും അതിജീവിക്കണമെങ്കിൽ തിരുവചനം നമ്മൾ എല്ലാവരും ശക്തമായിട്ട് ഉരുവിട്ട് പ്രാർത്ഥിക്കണം. വചനം ധ്യാനിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും യേശുവിനെയാണ് ധ്യാനിക്കുന്നത്, കർത്താവിനെയാണ്, ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. വചനം ഇതാകുന്നു. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 7-ാം തിരുവചനം. ഈ വചനം നിങ്ങൾ ശക്തമായിട്ട് ആഴത്തിൽ വിശ്വാസത്തോടു കൂടി ഏറ്റെടുത്ത് ഈ വചനം 3 മാസം എങ്ങനെ പ്രാർത്ഥിക്കണം, 3 മാസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. ഒരു ദിവസം 33 തവണ എഴുതിയിട്ടും ചൊല്ലിയിട്ടും പ്രാർത്ഥിക്കണം. അങ്ങനെ 3 മാസത്തേക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. ചിലമേ ഒരു മാസം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ കാര്യങ്ങൾ നടന്നു കിട്ടും. പക്ഷേ എങ്കിലും ആ വചനം എഴുത്തും വായനയും നിർത്തരുത്, കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. എത്ര വലിയ തടസ്സത്തെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണം, കരുണയുള്ള ഹൃദയം ഉണ്ടായിരിക്കണം, മറ്റുള്ളവരെ സഹായിക്കാനും പാവപ്പെട്ടവരെ, അഗതികളെ, ഉപേക്ഷിക്കപ്പെട്ടവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടായിരിക്കണം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം.